പാടും ഞാൻ എന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന്. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ. സുഭാഷിതം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Now hope does not disappoint, because the love of God has been poured out in our hearts by the Holy Spirit who was given to us. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ് വായിച്ചത്. പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിൽ എന്താണ് പ്രത്യാശയെന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ശുഭാപ്തി വിശ്വാസം ഉൾപ്പെടുന്ന ഒരു ചിന്താരീതിയെ നമുക്ക് പ്രത്യാശയെന്ന് പറയാം. ഹോപ്പ് ഈസ് ദ ലാസ്റ്റ് തിങ് എവർ ലോസ്റ്റ് എന്നൊരു ഇറ്റാലിയൻ പ്രോവർബുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലെ വിശ്വാസത്തിന്റെ സ്പന്ദനത്തെ ഇല്ലാതാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ അതിനെ പുനർജീവിപ്പിക്കുന്ന ഓക്സിജനാണ് പ്രത്യാശ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതീക്ഷയാണ് പ്രത്യാശ. പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ പ്രത്യാശ ക്രിസ്തുവിലുള്ള ദൈവീക രക്ഷയിലുള്ള വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് പകരപ്പെട്ട സ്നേഹത്തിലും വേരൂന്നിയതാണ്. മനുഷ്യർ പലയിടങ്ങളിലും പ്രത്യാശ വയ്ക്കാറുണ്ട്. ആ പ്രത്യാശകളൊക്കെ ഒരുപക്ഷെ നിരാശയിലേക്ക് എത്തിച്ചെന്നിരിക്കും. ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്കാണ് ഭംഗം വരാത്തത്. നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള പ്രത്യാശ ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ. കാരണം ഈ പ്രത്യാശ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി, വാഗ്ദാനങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, നിർവഹിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഈ പ്രത്യാശയുടെ വാഗ്ദാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു ഭവിക്കുന്ന ഏത് കഷ്ടപ്പാടുകളിലും, രോഗമോ ദുഃഖമോ ദുരന്തമോ മരണമോ എന്തു തന്നെയായാലും അവിടെയും നമുക്ക് പ്രത്യാശയാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന്. ജീവിതയാത്രയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലായ അനേകം കഥാപാത്രങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇയ്യോബ്, മോശ, ദാവീദ്, യേശുവിന്റെ ശിഷ്യന്മാർ, പൗലോസ്, ഇവരൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവരെല്ലാവരും തന്നെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറിയ ജീവിതാനുഭവങ്ങളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3:24 പറയുന്നു, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. വീണ്ടും പറയുന്നത്, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിരാശയിൽ അകപ്പെട്ട കോരകപുത്രന്മാർ പറയുന്നത്, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആകയാൽ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ഭംഗം വരാത്ത പ്രത്യാശയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.